ആദ്യം കാണിക്കുന്നത് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഗോപാലകൃഷ്ണനെയാണ്. ഗോപാലകൃഷ്ണൻ അന്നവിടെ ശാലിനി തന്നെ പിടിച്ച് പുറത്താക്കിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കലിതുള്ളുകയാണ്. ഒരു ഗ്ലാസ്സിൽ മദ്യമൊഴിച്ച് ഗോപാലകൃഷ്ണനെ നേരെ നീട്ടിയിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഇതങ്ങോട്ട് പിടിക്കളിയ ദാ ടച്ചിങ്സ്. ദേഷ്യപ്പെട്ട് ബാലനെ നോക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഇതെന്താ അളിയന്റെ നോട്ടം? അളിയൻ നോക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെയാണല്ലോ. അവള് ആ കാന്താരി മുളക് ശാലിനി അളിയന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കിയതല്ലേ വിഷയം. അതിന്റെ വേദനയും ചളുപ്പുമൊക്കെ അളിയന്റെ തൊണ്ടയിൽ ഇരിക്കുവാണ്. സാക്ഷാൽ നീലകണ്ഠ ശിവന്റെ കഴുത്തിൽ കാളകൂട വിഷം ഇരിക്കുന്നത് പോലെ. ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. ആ വിഷമവും ദേഷ്യവും ഒക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറയുന്നത്. ഇതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നാണവുമില്ല, ഒരു മാനവുമില്ല. സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ കഴിയും. ഗോപാലകൃഷ്ണൻ പറയാണ്, ഉറങ്ങി ഉറങ്ങി അതങ്ങനെ നീങ്ങിക്കിട്ടണ്ടടാ. അത് അവിടെ തന്നെ കിടക്കുന്നതാണ് എന്റെ ഒരു ഇത്. ഇരുമ്പ് പണിക്കാരന്റെ ആലയിലെ കനല് പോലെ ഇടയ്ക്കിടയ്ക്ക് അതങ്ങ് തെളിഞ്ഞു കത്തണം. ബാലചന്ദ്രൻ പറയുകയാണ്, ആ ബെസ്റ്റ്. അളിയനിവിടെ കനലും ഊതിക്കൊണ്ടിരുന്നോ? അതെ, ഇതിന്റെ എല്ലാം മൂലകാരണം എന്താണെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അളിയൻ? മൂലകാരണമോ എന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അതെ, കാരണക്കാരി. അതെ, ആ ബ്ലേഡ് സത്യഭാമയാണ്. അളിയനൊന്ന് ആലോചിച്ചു നോക്ക്. അളിയൻ ആദ്യമായിട്ട് ശാരദയുടെ ചായക്കട ഒഴിപ്പിക്കാനല്ലേ ആ ബ്ലേഡിന് കൊട്ടേഷൻ കൊടുത്തത്. പക്ഷെ കാശും വാങ്ങി കക്ഷത്തിൽ വെച്ചിട്ട് അവരെന്തോ ചെയ്തു. ഇപ്പോഴും ആ കടയും വീടുമൊക്കെ 4 തൂണും മേൽക്കൂരയുമായിട്ട് അവിടെ തന്നെ അങ്ങ് നിവർന്നു നിൽപ്പുണ്ട്. മകൻ വിഷ്ണുവിനെയാണ് സത്യഭാമ കട ഒഴിപ്പിക്കുന്ന ജോലി ഏൽപ്പിച്ചത്. അവൻ വലിയ ചട്ടമ്പിയാണെന്നൊരു പറച്ചിലും. എന്നിട്ട് ആ കടയിലെ ഒരു കല്ലിളക്കാൻ പറ്റിയോ അവനെ കൊണ്ട്? ഇല്ല, കുറെ ഗുണ്ടകളെയും കൊണ്ടുപോയി അവിടെ ഒരു ഷോ നടത്തി, അത്ര തന്നെ. സത്യം പറഞ്ഞാൽ അവൻ അപ്പോൾ ആ കട ഒഴിപ്പിച്ചിരുന്നെങ്കിൽ അളിയന് നെഞ്ചും വിരിച്ചുകൊണ്ട് കയറി ചെല്ലാമായിരുന്നില്ലേ? വല്ല കാര്യമുണ്ടായിരുന്നോ? അടിയും കൊണ്ട് പുളിയും പിടിച്ച് പോരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇല്ലാതായി പോയി, അല്ലെങ്കിൽ കാണാമായിരുന്നോ പൂരം. അളിയ, ഒരു ജോലി ചെയ്യാൻ കാശ് വാങ്ങിച്ചിട്ട് അത് ചെയ്യാതിരിക്കുന്നത് ന്യായമാണോ, നീതിയാണോ? അത് ചോദിക്കണ്ടേ അളിയ? അളിയന് ചോദിക്കണം. എന്തോന്ന് ബ്ലേഡ് ആണെങ്കിലും അതുകൊണ്ട് നമ്മുടെ കൈ മുറിഞ്ഞാൽ ചോദിക്കണം നമ്മള്. അളിയ, ഞാൻ കട്ടയ്ക്ക് കൂടെയുണ്ട്. അളിയന് ധൈര്യം പോരാ എന്നുണ്ടെങ്കിൽ ഇതും കൂടെ അങ്ങ് പിടിപ്പിച്ച്, അപ്പോൾ എല്ലാം ശരിയാകും. നേരം ബാലചന്ദ്രന്റെ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം തട്ടിക്കളഞ്ഞിട്ട് കുപ്പിയോടെ എടുത്ത് കുടിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അതിനുശേഷം ഗോപാലകൃഷ്ണൻ പറയാണ്, ഞാൻ ചോദിക്കുമെടാ, ചോദിക്കും. ഏത് ബ്ലേഡിനോടും ഏത് സത്യഭാമയോടും ഈ ഗോപാലകൃഷ്ണൻ ചോദിക്കും. കാശ് കൊടുത്തതാണെങ്കിൽ അതിനുള്ള പണി ചെയ്യിക്കാനും എനിക്കറിയാം. ഗോപാലകൃഷ്ണനോട് അവരുടെ ഒരു കളി എന്ന് പറഞ്ഞ് വീണ്ടും മദ്യപിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. നീ നോക്കിക്കോടാ, ശാരദയും മക്കളെയും ഈ നാട്ടിൽ നിന്ന് തുണിയും മണിയും ഇല്ലാതെ ഓട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോളണം. പട്ടി ഗോപാലകൃഷ്ണൻ എന്ന്. അത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഇന്ന് എന്തെങ്കിലും നടക്കും, അത് ഉറപ്പാണ്. പിന്നീട് കാണിക്കുന്നത് രാഘവൻ നായർക്ക് ഭക്ഷണം കൊടുക്കുന്ന സത്യഭാമയെയാണ്. അന്നേരം അടുക്കളയിൽ നിന്നും ഭക്ഷണവുമായി വന്ന സുസ്മിത പറയുകയാണ്, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനുണ്ടോ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ഒരു ബന്ധം? സത്യഭാമ പറയുകയാണ്, ഇതിലെന്താ മോളെ, രാഘവേട്ടന് വയ്യാത്തത് കൊണ്ടല്ലേ. വയ്യാതായാൽ സാധാരണ വീടുകളിൽ എന്താ ചെയ്യുക? ഹൗസ് മെയ്ഡിനെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിക്കും, അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിൽക്കും. അതല്ലേ നാട്ടു നടപ്പ്. അത് കേട്ട് സത്യഭാമ പറയുകയാണ്, രാഘവേട്ടന്റെ ഹൗസ് മെയ്ഡും ഹോം നേഴ്സും ഒക്കെ ഞാൻ തന്നെയാണ്. ഒരു ഭാര്യയുടെ ആത്മാർത്ഥതയോടെ വേറെ ആർക്കാണ് ഭക്ഷണം നൽകാനും കുളിപ്പിച്ച് തോർത്താനും തലയിൽ തഴുകി കൊടുത്ത് പാട്ട് പാടാനും ഉറക്കാനും ഒക്കെ കഴിയുന്നത്? ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിന് ഭാര്യയ്ക്കും. അതൊന്നും ഒരു ബാധ്യതയല്ല. ഇതൊക്കെ നടക്കുമ്പോഴാണ് ഒരു ബന്ധം ദൃഢമാകുന്നത്. ശരി, ആയിക്കോട്ടെ, ഏതിനും ഞാനിങ്ങ് വന്നാൽ കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട. സത്യഭാമ പറയുകയാണ്, അതെന്താ മോളെ, മനസ്സിലായില്ല? അത് പിന്നെ കാര്യങ്ങളൊക്കെ മാറില്ലേ. ഇവിടെ പിന്നെ അച്ഛന് ഭക്ഷണം കൊടുക്കുന്നത് ഞാനായിരിക്കും. വിഷ്ണുവേട്ടന്, പ്രീതിക്ക്, പിന്നെ ഈ അമ്മയ്ക്ക് പോലും ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. കിടക്ക വിരിച്ചു തരുന്നതും ഒക്കെ ഞാനാണ്. എല്ലാം പിന്നെ എന്റെ കൺട്രോളിലാണ്. തിരിച്ചുകൊണ്ട് സത്യഭാമ പറയാണ്, ആയിക്കോട്ടെ, സമ്മതിച്ചിരിക്കുന്നു. അന്നേരം മുകളിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് വിഷ്ണു. വിഷ്ണുവിനെ കണ്ടിട്ട് സത്യഭാമ പറയാണ്, ആ നീ എത്തിയോ, വന്നിരിക്ക്. പ്രീതിയും താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇരിക്കുന്ന വിഷ്ണുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് സുസ്മിത. സുസ്മിത പറയുകയാണ്, കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. വിഷ്ണുവേട്ടന് ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ് എനിക്ക്. എങ്ങനെയുണ്ട് വിഷ്ണുവേട്ട, നല്ലതല്ലേ? കഴിച്ചിട്ട് ഇഷ്ടപ്പെടാതെ വിഷ്ണു പറയുകയാണ്, വായി വെക്കാൻ കൊള്ളില്ല ഇത്. എന്തിനാണ് നീ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി ഷോ കാണിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ്? കേട്ട് സുസ്മിത പറയുകയാണ്, എന്താ അമ്മ ഇത്? ഞാനായി കിച്ചണിൽ കിടന്ന് ഇത്ര നേരം തീയും പുകയും ഒക്കെ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ നേരെ സത്യഭാമ പറയാണ്, അവൻ അങ്ങനെയാണ് മോളെ, എപ്പോഴും തമാശ പറയും, സന്ദർഭമൊന്നും നോക്കാറില്ല. സുസ്മിത പറയുകയാണ്, കൊള്ളാം. ഇതാണോ തമാശ? അല്ലാതെ എന്റെ കൊച്ചെ, നീ ഇവൻ പറയുന്നതൊന്നും അതുപോലെ വിശ്വസിക്കാൻ പോകരുത്.
നേരം വിഷ്ണു പറയുകയാണ്, തമാശയൊന്നും അല്ലമ്മ, ഒന്നും എരിവില്ല, ഉപ്പില്ല, പുളിയില്ല, ഒന്നുമില്ല. അമ്മ വെറുതെ അല്ല ഞാനിത് വായിൽ വെക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത്, മനസ്സിൽ കൊണ്ടിട്ട് തന്നെയാണ്. അത് കേട്ട് സുസ്മിതയുടെ മുഖം വാടുകയാണ്. അന്നേരം അവിടേക്ക് കുടിച്ചു ബോധമില്ലാതെ എത്തുകയാണ് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും. ബാലചന്ദ്രൻ പറയാണ്, അളിയ, അളിയൻ വിളി അളിയ. അത് കേട്ട് ഗോപാലകൃഷ്ണൻ പറയാണ്, നീ വിളി, നീ വിളിച്ചാലേ ശരിയാവൂ. അയ്യോ, അളിയൻ വിളിച്ചാ മതിയെന്ന് എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ വിളിക്കുന്നു, ഡേ ആരുമില്ലേ ഇവിടെ, ഇറങ്ങി വാടേ ഇവിടെ. സത്യഭാമേ, ബ്ലേഡ് സത്യഭാമേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ, കാണട്ടെ ഞാൻ. അത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അടിപൊളി അളിയ. ഈ ബഹളം കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, നീ അവിടെ ഇരിക്കുക, ഭക്ഷണം മുടക്കേണ്ട, ഞാൻ നോക്കാം അവിടെ ആരാണെന്ന്. അതിനുശേഷം ഭക്ഷണം പ്രീതിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സത്യഭാമ പറയുകയാണ്, മോളെ അച്ഛന് ഭക്ഷണം കൊടുക്ക, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് സത്യഭാമ. ബാലകൃഷ്ണൻ ബാലചന്ദ്രനോട് പറയുകയാണ്, ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ. അത് കേട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, രണ്ടിലൊന്നെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏതാ അളിയ? ശാരദയും മക്കളെയും കുടിയൊഴിപ്പിക്കുക, അപ്പോ പിന്നെ രണ്ടാമത്തേത് മക്കളെയും ശാരദയും കുടിയൊഴിപ്പിക്കുക. ബാലചന്ദ്രൻ പറയാണ്, ആദ്യം പറഞ്ഞതല്ലേ രണ്ടാമത് പറഞ്ഞു, അപ്പൊ രണ്ടാമതും മൂന്നാമതും ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അന്നേരം ആരാ അത് എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സത്യഭാമ. സത്യഭാമ വരുന്നത് കണ്ട് കാറിന് പുറകിലേക്ക് ഓടി ഒളിക്കുകയാണ് ബാലചന്ദ്രൻ. ഗോപാലകൃഷ്ണൻ പറയാണ്, അതെ ഞാനാണ് ഗോപാലകൃഷ്ണൻ, നിങ്ങൾ എന്റെ സ്ഥലം ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? അവിടെ ഗുണ്ടകളെ പോലെ കുറെ പെണ്ണുങ്ങൾ കയറിയങ്ങ് താമസിക്കുകയാണ്, അത് കുറെ കാലമായി. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? എന്താ പറ്റാത്തത്? അന്നേരം അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനോട് സുസ്മിത ചോദിക്കുകയാണ്, ഇതല്ലെങ്കിൽ പിന്നെ വിഷ്ണുവേട്ടന് ഏത് ഭക്ഷണമാണ് ഇഷ്ടം? അത് പറ, അറിയട്ടെ ഞാൻ. വിഷ്ണു പറയാണ്, എനിക്കിഷ്ടം ശാരദാമ്മയുടെ കടയിലെ ഭക്ഷണമാണ്, അവിടെ അമ്മ വിളമ്പി തരുന്നത് പോലെയുണ്ട്. അന്നേരം അത് ശ്രദ്ധിക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും. സുസ്മിത ചോദിക്കുകയാണ്, ശാരദാമ്മയുടെ കടയോ, അതെവിടെയാ സ്ഥലം? ബാലചന്ദ്രൻ ഒളിഞ്ഞു നിന്ന് തന്നെ ഇവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ എന്നെ എങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞാനൊരു ചായക്കട ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നൊരു ചായ ഗ്ലാസ് എടുത്ത് കളയാൻ പറ്റിയോ നിങ്ങൾക്ക്? അവരെ അവിടെ നിന്ന് സ്ഥലം ഒഴിപ്പിച്ചു വിടാൻ പറഞ്ഞ എന്റെ കാര്യം ഗോപിയായി. ഇനി ബ്ലേഡ് സത്യഭാമയെ ആര് വിശ്വസിക്കും? ഞാൻ തന്ന കാശ് വീട്ടിലെ പെട്ടിയിൽ വച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട്. നാണം കെട്ട പരിപാടി, ഭാ എന്നും പറഞ്ഞ് ആഞ്ഞു തുപ്പുകയാണ് ഗോപാലകൃഷ്ണൻ. ദേഷ്യപ്പെട്ട് വിഷ്ണു എന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യഭാമ. ഗോപാലകൃഷ്ണൻ പറയാണ്, ഇനിയിപ്പോ വിഷ്ണുവിനെയോ ശിവനെയോ ആരെയാന്ന് വെച്ചാ വിളിച്ചേച്ചാലും മതി. നിങ്ങളാ പറഞ്ഞ സ്ഥലം ഒഴിപ്പിച്ചതാ പെണ്ണും പിള്ളേ, എണ്ണി എണ്ണി കാശ് തന്നതല്ലേ ഞാൻ. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വിഷ്ണു. അമ്മ എന്താ പ്രശ്നം? ഗോപാലകൃഷ്ണനെ ചൂണ്ടി സത്യഭാമി പറയുകയാണ്, ഇവൻ ഈ വിഷജന്തു ആ ചായക്കട ഒഴിപ്പിക്കാൻ കൊണ്ടുവന്ന പണം എത്രയാണെങ്കിലും മടക്കി കൊടുക്കണം, അതിന്റെ ഇരട്ടിയായിട്ട്. നമ്മൾ ആ ചായക്കട ഒഴിപ്പിക്കുന്നില്ല. അത് കേട്ട് സന്തോഷിക്കുകയാണ് വിഷ്ണു. മാത്രമല്ല ഇവന്റെ മുഖം എനിക്കിനി കാണരുത്, ഇവന്റെ കാല് ഈ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. ഒപ്പം മറ്റൊന്നുകൂടി, ഇവൻ ഇവിടെ വന്ന് ഇത്രയും പ്രകടനം നടത്തിയ സ്ഥിതിക്ക് ഇനി ആ ശാരദയുടെ ഹോട്ടൽ അവിടെ തന്നെ ഉണ്ടാകണം അമ്മ എന്ന് സന്തോഷത്തോടു കൂടി പറയുകയാണ് വിഷ്ണു. അവിടം കുടിയൊഴിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സത്യഭാമ എന്നൊരു വാക്ക് പറയാൻ പറയേ അവരോട്, അത് മതി ആ ഹോട്ടലിന്റെ കാവലിന്. അത് കേട്ട് സങ്കടത്തോടു കൂടി ഗോപാലകൃഷ്ണൻ വിളിക്കുകയാണ്, എന്റെ അമ്മച്ചി ഡോ ബാല. ബാലചന്ദ്ര, നീ ഇത് കേട്ടോടാന്നും പറഞ്ഞ് ചുറ്റും നോക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അപ്പോ ശരി ഗോപാലകൃഷ്ണ, എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. കാശും തിരിച്ചു വാങ്ങി ഇപ്പോ തന്നെ സ്ഥലം വിട്ടോളണം. അകത്തേക്ക് പോകുന്ന സത്യഭാമയുടെ പിറകെ അയ്യോ ചതിക്കല്ലേ, രക്ഷിക്കണേ എന്നും പറഞ്ഞ് പുറകെ പോവുകയാണ് ഗോപാലകൃഷ്ണൻ. സത്യാമേ, ഒരബദ്ധം പറ്റിപ്പോയതാണ്, ഞാനൊന്നും പറഞ്ഞില്ല, എന്നെ ആരോ കള്ളു കുടിപ്പിച്ച് ഇങ്ങോട്ട് കയറ്റിവിട്ടതാണ്, ഇവിടെ വന്ന് അലമ്പുണ്ടാക്കാൻ. അന്നേരം കാറിന്റെ പുറകിൽ നിന്നും തല പുറത്തേക്കിട്ട് നോക്കുകയാണ് ബാലചന്ദ്രൻ. ഗോപാലകൃഷ്ണൻ പറയാണ്, അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല, എന്നോട് ക്ഷമിക്കണം, മാപ്പ് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയെ തൊഴുകയാണ് ഗോപാലകൃഷ്ണൻ. സത്യഭാമ, എന്നെ ഇപ്പോ കൈവിട്ടാൽ എനിക്കും എന്റെ ഭാര്യയ്ക്കും മോനും കേറിക്കിടക്കാൻ ഒരു ഇടമില്ലാതാകും. കോടികളുടെ സ്വത്തുണ്ടായിട്ട് തെരുവിലിറങ്ങേണ്ടി വരും ഞങ്ങൾക്ക്. എന്റെ ഭാര്യ എങ്ങോട്ട് പറഞ്ഞുവിടും ഞാനവളെ എന്നും പറഞ്ഞ് കരയുകയാണ് ഗോപാലകൃഷ്ണൻ. അവളും സത്യാമയെ പോലെ ഒരു പെണ്ണല്ലേ, പിന്നെ പറക്കമറ്റാത്ത ഒരു കുഞ്ഞുമുണ്ട്. ഇത് കേട്ട് സത്യഭാമ പറയുകയാണ്, നിർത്ത്, മതി കരച്ചിലും പിഴിച്ചിലും ഒക്കെ, പോകാൻ നോക്ക്. അയ്യോ അങ്ങനെ ഒന്നും പറയരുത്, ദയവ് ചെയ്ത് രക്ഷിക്കണം. കള്ളിന്റെ വെളിവുകേടിൽ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്ത് ക്ഷമ ചോദിക്കുകയാണെന്നും പറഞ്ഞ് സത്യാമ്മയുടെ കാലിൽ പിടിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചാലേ എനിക്ക് മുന്നോട്ടൊരു ജീവിതമുള്ളൂ, ഇല്ലെങ്കിൽ ഒരു വിഷക്കുപ്പിയിലെ ശരണം കാണൂ. ആ ഗുണ്ടാ പെണ്ണുങ്ങൾ അവിടെ ഭരിച്ചോട്ടെ, ഈ നാട്ടിൽ നീതിയും ന്യായവും ഒന്നും ഇല്ലാന്ന് കണ്ട് ഞങ്ങൾ മരിച്ചോളാമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം സത്യഭാമ പറയുന്നു, നിൽക്ക്. വിഷ്ണു എന്താ അമ്മ ചോദിക്കുമ്പോൾ, ഇയാളെ വിചാരിച്ചല്ല, ഇയാള് കുടിച്ച കള്ളിന്റെ കണക്കുമല്ല
ഒരു കുടുംബം കണ്ണീരിലാകാതിരിക്കാൻ ആ ചായക്കടയും വീടും നീ അങ്ങ് ഒഴിപ്പിച്ചേക്ക്. അത് കേട്ട് ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും സന്തോഷിക്കുമ്പോൾ വിഷ്ണുവിന്റെ മുഖം മങ്ങുകയാണ്. അത് കഴിഞ്ഞു മതി ഇനിയുള്ള ഡീലൊക്കെ ഏറ്റെടുക്കുന്നത്. സത്യഭാമ പറയുകയാണ്, ശാരദയും മക്കളും ആ സ്ഥലം വിട്ട് ഇറങ്ങിയിരിക്കണം. അതാണ് ഇനിയുള്ള നിന്റെ ആദ്യത്തെ ജോലി. അത്രയും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് സത്യഭാമ. അത് കേട്ട് ആകെ തളർന്ന് വിഷമിച്ചു നിൽക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയും ശാലിനിയും ശ്യാമയുമാണ്. മലക്കറി അരിയുന്നെങ്കിലും ശാരദാമ്മ വൈകിട്ട് ഗോപാലകൃഷ്ണൻ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ശാരിക ചോദിക്കുകയാണ്, അമ്മേ അത് കഴിഞ്ഞോ? ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ശാരിക വീണ്ടും ചോദിക്കുകയാണ്, അമ്മേ എന്തു പറ്റി? കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ, കരയുമായിരുന്നോ? ഏയ് ഒന്നുമില്ല മോളെ. ഉള്ളി അരിയുമ്പോൾ പോലും അമ്മയുടെ കണ്ണ് നിറയാറുള്ളതല്ലോ. ഇപ്പൊ പിന്നെന്താ തൊലി കളയുമ്പോൾ? അത് ഇടയ്ക്കറിയാതെ കൈ കണ്ണിൽ കൊണ്ടോ? അത് കേട്ട് ശാലിനി പറയുകയാണ്, അമ്മ ഇരുന്ന് ഉറക്കമുളയ്ക്കുമല്ലേ, ചേച്ചി പോയൊരു കട്ടൻ ചായ എടുത്തോണ്ട് വാ. ശാരിക പോയ ശേഷം ശാലിനി പറയുകയാണ്, കണ്ണിൽ കൊണ്ടതെന്തായാലും സ്വന്തം കൈയല്ലല്ലോ, അയാളുടെ കൈയല്ലേ. ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, ശാലിനി ഇയാളൊന്നും പറയാതെ മോളെ, സ്വന്തം അച്ഛനല്ലേ. ദേഷ്യപ്പെട്ട് ശാലിനി പറയണം, അച്ഛൻ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കത്തിയാണ് കയ്യിലിരിക്കുന്ന, ഇതുകൊണ്ട് വെട്ടി അരിയുകയാണ് വേണ്ടത്. മോളെ എന്ന് വീണ്ടും ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ് ശാരദാമ്മ. അല്ലാതെ പിന്നെ ഈ വീടൊഴിയാൻ പറയാൻ അയാൾക്ക് എന്താണ് അവകാശം? പ്രേതാലയം പോലെ കിടന്ന ഈ സ്ഥലം തൂത്തു തുടച്ച് വൃത്തിയാക്കിയതും ഓരോ കല്ലിന്മേൽ കല്ലുവെച്ച് ഇപ്പോഴത്തെ കുടുംബശ്രീ ഹോട്ടലാക്കിയതും നമ്മൾ ഈ വീട്ടിലെ 4 പെണ്ണുങ്ങൾ മാത്രമല്ലേ അമ്മേ? അന്ന് വീണ കണ്ണീരൊന്നും കാണാൻ ഇയാൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ വന്നിരിക്കുന്നു വീടൊഴിയാൻ പറയാൻ. അല്ല, അയാൾ പൊട്ടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്തിനാണ് താലിമാലയിൽ കയറി പിടിച്ചത്? അയാൾ കെട്ടിയതല്ലേ. അയാളാണെങ്കിൽ വേറൊരുത്തിയുടെ കഴുത്തിൽ അതുപോലെ വേറൊരെണ്ണം കെട്ടുകയും ചെയ്തു. അങ്ങ് കൊണ്ടുപോട്ടെ എന്ന് വയ്ക്കാമായിരുന്നില്ലേ? ദേഷ്യപ്പെട്ട് വീണ്ടും ശാരദാമ്മ പറയാണ്, കൊണ്ടുപോട്ടെ എന്ന് വയ്ക്കാമായിരുന്നു. പക്ഷേ ആ ചരടിന്റെ അറ്റത്ത് കൊളുത്തിയിട്ടിരിക്കുന്നത് എന്റെ പ്രാണനാണ് മോളെ. താലി എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഒന്നേയുള്ളൂ. അത്രയ്ക്ക് പ്രാണനാണെങ്കിൽ എന്താ അയാള് താലിമാല പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ചെകിടടച്ചൊന്ന് കൊടുക്കാതിരുന്നത്? അത് ചെയ്യാതിരുന്നത് നിന്റെ ചേച്ചി ശാരികയെ ഓർത്തിട്ടാണ്. ശാരികയേച്ചി ഓർത്തിട്ടോ? ആ അതെ. അവളെ നല്ലൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയക്കണ്ടേ നമുക്ക്? അവളെന്നും ഈ അടുക്കളയിലും ചായക്കടയിലുമായിട്ട് കരിയും പുകയും കൊണ്ട് കിടക്കേണ്ടവളാണോ? അവർക്കും വേണ്ടേടി ഒരു ജീവിതം. അമ്മ പറയും പോലെ ശാരികേച്ചി അങ്ങനെ മൂത്തു നിറച്ചു പോയിട്ടൊന്നും ഇല്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 21 ആക്കാൻ സർക്കാർ തന്നെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ബാലവിവാഹമാണ്, ക്രിമിനൽ കുറ്റം. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ശാരികയുടെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് കുട്ടികൾ 1ഉം 2ഉം ആയി. അമ്മേ, ശാരികേച്ചിയുടെ കല്യാണം ഇപ്പൊ നടത്തണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് നമുക്ക് നടത്തണം, ഗംഭീരമായിട്ട് തന്നെ നടത്തണമെങ്കിലേ തറവാട്ടിൽ പിറന്ന ഒരു ചെക്കനെ തന്നെ കിട്ടണ്ടേ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.